ഹായ്, എല്ലാവർക്കും മണ്ടൂസ് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പേരയ്ക്ക അച്ചാറിടാം. പേരയ്ക്ക കുറേ ഞാൻ പറിച്ചകത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ പറിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറിടാം. വാ. പേരയ്ക്ക തൊലി ചെത്തി കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഒരാഴ്ച വച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്ത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ലെണ്ണ ഇട്ട് അതിനുശേഷം എണ്ണ ചൂടായി കടുകും ഉലുവയും ചേർക്കും. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യമായ മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പേരയ്ക്ക ആയതുകൊണ്ട് തന്നെ ശകലം സ്പൈസി വേണമല്ലോ, അതുകൊണ്ട് ശകലം മുളക് പൊടി കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. നന്നായിട്ടെല്ലാം റെഡിയായി വന്നപ്പോൾ നമ്മുടെ പേരയ്ക്ക എടുത്ത് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ കായപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കായപ്പൊടി ഇടുകയാണ്. ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ച് അതിനകത്തോട്ട് ഉലുവാപ്പൊടി ചേർത്ത് ഞാൻ ലാസ്റ്റ്. ഉലുവാപ്പൊടി ചേർത്തതിന് ശേഷമാണ് വിനാഗിരി ഒഴിക്കുന്നത്. ഉപ്പ് ശകലം കുറവുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ശകലം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. നമ്മുടെ വിനാഗിരിയും ഞാൻ അങ്ങനെ ഒഴിച്ചു. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ പേരയ്ക്ക അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പേരയ്ക്ക അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.